ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവന്തിക ഇപ്പോൾ കാഞ്ചനയെ വന്ന് ഉപദ്രവിക്കുന്നുണ്ട്. സുഗതൻ മേനോനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാഞ്ചനയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോളെ കൊല്ലല്ലേ അവന്തികയെ, ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ടേക്ക്, അമ്മായി വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം എന്നൊക്കെ ലീല ഇങ്ങനെ അവന്തികയോട് പറയുന്നു. ഈ സുഗതൻ മേനോൻ ആരാണെന്നോ രാജീവ് ആരാണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല, ഈ അമ്മായി പറയുന്നത് വിശ്വസിക്കും മോളെ എന്നൊക്കെ ലീല പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, വായടക്കി തള്ളേ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം, ഇനി എൻ്റെ മുന്നിൽ വേലയിറക്കിയാലുണ്ടല്ലോ തന്തേ പോലെ തന്നെ ആയിരിക്കും അമ്മയുടെ മകളുടെ അവസ്ഥ എന്ന് അവന്തിക പറയുന്നുണ്ട്. അയ്യോ, അങ്ങനെയൊന്നും ഇവളെ കൊല്ലല്ലേ ഏട്ടത്തി, ഇവള് നല്ല സുന്ദരിയല്ലേ, അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവം കൊടുത്ത സൗന്ദര്യം പാഴായി പോവില്ലേ, ഏട്ടത്തി പോയിക്കോ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ സന്ദീപ് ഇപ്പോൾ അവന്തികയോട് പറയുന്നുണ്ട്. നീ ഇവളെ എന്ത് ചെയ്താലും നിന്നോട് ആരും ഒന്നും ചോദിക്കില്ല, എനിക്ക് വേണ്ടതൊന്നു മാത്രം സുഗതൻ മേനോൻ, അവൻ്റെ സർവ്വ ഡീറ്റെയിൽസും ഇവർക്കറിയാം, ഇനി ഇവരെ കൊണ്ടാണ് ഇതെല്ലാം പറയിപ്പിക്കേണ്ടത്, അത് നിന്റെ ചുമതലയാണെന്നും അവന്തിക ഇപ്പോൾ സന്ദീപിനോട് പറയുന്നു. അത് ഞാൻ ഏറ്റു ഏട്ടത്തി എന്ന് സന്ദീപും പറയുന്നു. എങ്കിൽ പിന്നെ പറയിപ്പിക്കുക എന്ന് പറഞ്ഞ് അവന്തിക ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. എൻ്റെ മോളെ ഒന്നും ചെയ്യരുതേ, കല്യാണപ്രായമായ പെണ്ണാണ്, ഈ ചെന്നായ്ക്കൾക്ക് വിട്ടുകൊടുത്തിട്ട് പോവല്ലേ മോളെ എന്നൊക്കെ ലീല പറയുന്നു. ഏട്ടത്തി പോയി, ഇനി നിന്റെ കാര്യം ഞാൻ തീരുമാനിക്കും എന്ന് കാഞ്ചനയുടെ അടുത്തേക്ക് വന്ന് സന്ദീപ് പറയുന്നുണ്ട്. ഈ സുഗതൻ മേനോൻ ആരാണെന്ന് നീ പെട്ടെന്നൊന്നും പറയണ്ട, സാവകാശം പറഞ്ഞാൽ മതി, എങ്കിലല്ലേ എനിക്ക് നിന്നെ ശരിക്കും ചോദ്യം ചെയ്യാൻ പറ്റൂ, അല്ലേ മൂർത്തി എന്നൊക്കെ സന്ദീപ് പറയുന്നു. പിന്നല്ലാതെ സന്ദീപ് എങ്ങനെ ചോദ്യം ചെയ്താലും ഇവിടെ ആർക്കും ഒരു പരാതിയുമില്ല എന്ന് മൂർത്തിയും പറയുന്നുണ്ട്. ഒരമണിക്കൂർ ഏട്ടനൊരു പണിയുണ്ട്, അത് കഴിഞ്ഞാൽ ഉടനെ എത്താം എന്ന് സന്ദീപ് അവരോട് പറയുന്നു. അതുവരെ ഇവർ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് മൂർത്തിയും കൂട്ടി സന്ദീപ് ഇപ്പോൾ അവിടെ നിന്നും പോകുന്നുണ്ട്. എൻ്റെ പൊന്നുമോളെ, നീ സത്യം പറഞ്ഞേക്ക്, ഇല്ലെങ്കിൽ ഇവന്മാർ നിന്നെ പിച്ച് ചെയ്തു എന്ന് ലീല കാഞ്ചനയോട് പറയുന്നു. എൻ്റെ ഈശ്വര, വല്ലവരെയും വാക്ക് കേട്ടിതിനൊന്നും ഇറങ്ങി പുറപ്പെടണ്ടായിരുന്നു എന്ന് ലീല പറയുമ്പോൾ, എന്ത് പറ്റി, അമ്മയുടെ ധൈര്യം ചോർന്നു പോയോ, ഇതിനേക്കാൾ വലിയ കാവടിയാട്ടം അവർ നടത്തുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അച്ഛനെ കൊന്ന കേസിൽ അവന്തികയെ കോടതി ശിക്ഷിക്കും, അതിൻ്റെ പെപ്രാളമാണ് അവളിവിടെ കാണിച്ചു കൂട്ടിയത് എന്ന് കാഞ്ചന. എൻ്റെ മോളെ, നീ ഇങ്ങനെയൊന്നും പറയാതെ, എൻ്റെ കൺമുന്നിൽ വെച്ച് നിന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് ലീല പറയുമ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, രാജീവ് സാറും സമൃദ്ധ മേഡവും ഇവിടെ വന്ന് നമ്മളെ രക്ഷിക്കും, അതിനു മുൻപേ എന്തെങ്കിലും അവസരം കിട്ടിയാൽ അവരോടുള്ള കണക്ക് ഞാൻ തന്നെ തീർക്കും എന്ന് കാഞ്ചന പറയുന്നു. നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ലീല ചോദിക്കുമ്പോൾ, ഞാൻ അവളെ കൊല്ലും എന്ന് കാഞ്ചന. ശേഷം കാണിക്കുന്നത് ആരതിയും അർച്ചനയും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. ഗൂഗിളിനെതിരെ കേസ് കൊടുത്തതിനെ പറ്റിയാണ് അർച്ചന സംസാരിക്കുന്നത്. എന്നെ 10 വർഷം സംരക്ഷിച്ച ആളാണ്, ഗൂഗിളിന് എതിരെയുള്ള കേസ് പിൻവലിക്കണം എന്നൊക്കെയാണ് അർച്ചന പറയുന്നത്. മറ്റാര് പറഞ്ഞാലും സച്ചിയേട്ടൻ ഇത് കേൾക്കില്ല, ആരതി തന്നെ സച്ചിയേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് കേട്ട് ആരതി പറയുന്നുണ്ട്, ഞാൻ സച്ചിയോട് ഒന്നും പറഞ്ഞില്ലെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ പലതവണ ആവർത്തിച്ചു പറഞ്ഞതാണിത്, പക്ഷേ സച്ചി നിർബന്ധം പിടിച്ചു. സച്ചി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ചിലതൊക്കെ ഞാൻ പറഞ്ഞാൽ സച്ചി കേൾക്കുകയും ചെയ്യും, പക്ഷേ ഈ കാര്യത്തിൽ സച്ചി വലിയ പിടിവാശിയിലാണ്, എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് ആരതി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇത്രയും നാൾ കാത്തിരുന്നില്ലേ, ഇനി കുറച്ച് നാൾ കൂടിയല്ലേ ഉള്ളൂ, ഞാൻ തിരിച്ചു വരില്ലേ, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗൂഗിൾ തകർന്നു പോകരുത്, ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടരുത്, എനിക്ക് അത്രയേ ഉള്ളൂ, ഈ കാര്യത്തിൽ പിടിവാശി കാണിക്കരുതെന്ന് സച്ചിയേട്ടനോടൊന്ന് പറയണം. ഇതിപ്പോൾ സച്ചിയേട്ടൻ്റെ വാശിയുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ തന്നെ ഗൂഗിൾ സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു, ഇപ്പോൾ മോളുടെ അസുഖം കൂടി ആയപ്പോൾ ആൾ പിടിവിട്ടു പോയി എന്ന് ആരതിയും പറയുന്നു. അമ്മയുടെ സമനില കൈവിട്ടു പോയി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതാണ്, അമ്മയ്ക്ക് മുന്നിൽ ഒന്നും ഓർമ്മയില്ലാത്തവളെ പോലെ അഭിനയിക്കേണ്ടി വന്നതിൽ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സാകെ തകർന്നു പോയി എന്ന് അർച്ചന പറയുന്നു. അപ്പോൾ പിന്നെ സച്ചിയുടെ അവസ്ഥ അർച്ചനയ്ക്ക് ഊഹിക്കാമല്ലോ, അമ്മയുടെ ഈ അവസ്ഥ തന്നെയാണ് സച്ചി ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഗൂഗിൾ സാറിൻ്റെ ജീവിതത്തെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ ഒന്നും സച്ചി ചിന്തിക്കുന്നില്ല, ഗൂഗിൾ സാർ ആത്മഹത്യ ചെയ്താൽ പോലും അത് സച്ചിയെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ആരതി പറയുമ്പോൾ, എങ്കിൽ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുമോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. ആരുടെയും ആത്മഹത്യ കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ലിത്, വാശി കൊണ്ടും വൈരാഗ്യം കൊണ്ടും തീർക്കാവുന്നതുമല്ല. ഒരു വശത്ത് സ്വന്തം ഭർത്താവും മറുവശത്ത് 10 വർഷം നിന്നെ സംരക്ഷിച്ച പുരുഷൻ, രണ്ടും കൂടി ഒരു തുലാസിൽ വെച്ച് തൂക്കുമ്പോൾ ആർക്കായാലും മനസ്സൊന്ന് പതറും എന്ന് ആരതി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എൻ്റെ സച്ചിയേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, പക്ഷേ സച്ചിയേട്ടനിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഗോകുലിൻ്റെ കുടുംബത്തിന് ഒരു പോറൽ പോലും സംഭവിക്കാൻ പാടില്ല. ഇത് കേട്ട് ആരതി പറയുന്നുണ്ട്, ഞാനും ഒരു പെണ്ണല്ലേ, അർച്ചന പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും. ഉടനെ അർച്ചന പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വേണ്ടി കോടതിയിൽ കയറാൻ ഞാൻ ഗോകുലിനെ അനുവദിക്കില്ല, അത്രയ്ക്ക് വലിയ പാപമൊന്നും ഗോകുൽ ചെയ്തിട്ടില്ല, ആ മനുഷ്യൻ്റെ ഭാര്യയെ ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല, പക്ഷേ എന്നെ സ്നേഹിച്ചതിനും സംരക്ഷിച്ചതിനും അദ്ദേഹം ബലിയാടായാൽ പിന്നെ സച്ചിയേട്ടനിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് വരും, ഞാൻ സച്ചിയേട്ടനിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടൻ ഈ കേസ് പിൻവലിക്കണം എന്ന് അർച്ചന പറയുന്നു.
ഉടനെ ആരതി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും സച്ചിയോടൊന്ന് സംസാരിക്കാം, ഇപ്പോൾ എന്തായാലും അർച്ചന സമാധാനത്തോടെ പോയിക്കോളൂ. വീണ്ടും അർച്ചന പറയുന്നുണ്ട്, എനിക്ക് സച്ചിയേട്ടന് വേണം, പക്ഷേ ഗൂഗിളിനെ വേദനിപ്പിച്ചാൽ പിന്നെ ഞാൻ ഉണ്ടാകില്ല. ഇത്രയും പറഞ്ഞ് അർച്ചന ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ഇപ്പോൾ അവന്തികയാണ് കാണിക്കുന്നത്. അവന്തികയെ കാണുന്നതിനായി അവന്തികയുടെ വക്കീലെത്തിയിട്ടുണ്ട്, രാമോഹൻ. നമ്മൾ നേരിൽ കാണുന്നത് ആദ്യമായിട്ടാണ്, സാറിനെ കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ, അവന്തിക അസോസിയേറ്റ്സിന്റെ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ച് ആർക്കാണ് അറിയാത്തത്, നമുക്ക് പരിചയപ്പെടാൻ ഇങ്ങനെ ഒരു കേസ് വേണ്ടി വന്നു എന്ന് രാമോഹൻ പറയുന്നു. അവന്തികയ്ക്ക് ഒരു ജീവപര്യന്തം വാങ്ങിത്തരാനുള്ള എല്ലാ വകുപ്പും ഇതിലുണ്ട് എന്ന് വക്കീൽ പറയുമ്പോൾ, അതൊരു കള്ളക്കേസാണ് സാർ, മനഃപൂർവ്വം ആരോ ഇവരെ ഇതിൽ പെടുത്തിയതാണ് എന്ന് മൂർത്തി പറയുന്നു. കൊല്ലപ്പെട്ടത് അവന്തികയുടെ അമ്മാവനായിരുന്നു അല്ലേ? അയാളുടെ ഭാര്യയും മകളെയുമാണ് ഇപ്പോൾ തടങ്കലിൽ വെച്ചിരിക്കുന്നത് അല്ലേ എന്ന് രാമോഹൻ ചോദിക്കുന്നുണ്ട്. ഉടനെ അവന്തിക പറയുന്നുണ്ട്, അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവരെ പൂട്ടിയിട്ടു എന്നുള്ള കാര്യം സത്യമാണ് എന്ന് അവന്തിക പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അത് ഇല്ലീഗലാണ്, പക്ഷേ അവർ തൽക്കാലം നമ്മുടെ കൂടെയുള്ളത് നല്ലതാണ് എന്ന് വെച്ച് നമുക്ക് വേണ്ടി സാക്ഷി പറയുമെന്നല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ, അവരെ എങ്ങനെ വിശ്വസിക്കുന്നത് എന്ന് മൂർത്തി ചോദിക്കുന്നു. അവർ രണ്ടുപേരും കാഞ്ഞ വിത്തുകളാണ്, എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ അവർ എനിക്കെതിരെ സാക്ഷി പറയുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് അവന്തിക പറയുന്നുണ്ട്. ആ CI രാജീവ് അവർക്ക് വേണ്ടി പരക്കം പായിക്കുകയാണ്. അവസാനമായി അവർ താമസിച്ചത് അവന്തികയുടെ വീട്ടിലാണെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ പുറത്ത് വിടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് വക്കീൽ പറയുന്നുണ്ട്. ഉടനെ അവന്തിക പറയുന്നു, അവരിപ്പോൾ ഒരു സേഫായ സ്ഥലത്താണ്, പോലീസ് റെയ്ഡ് ഉണ്ടാകും എന്ന് വിചാരിച്ചാണ് അവരെ മാറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ, ഇനിയിപ്പോൾ പരാതിക്കാരൻ സുഗതൻ മേനോനെയും എത്രയും വേഗം കണ്ടുപിടിക്കണമെന്ന് വക്കീൽ പറയുന്നു. അതിനുവേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് അവന്തികയും. എല്ലാ റിപ്പോർട്ടുകളും അവന്തികയ്ക്കെതിരാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് വക്കീൽ പറയുന്നു. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, നമ്മൾ രക്ഷപ്പെടണം എന്ന് അവന്തിക ഇപ്പോൾ വക്കീലിനോട് പറയുന്നുണ്ട്. സുഗതൻ മേനോൻ ആദ്യം കോടതിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ എൻ്റെ മുന്നിലെത്തണം എന്ന് രാമോഹൻ പറയുന്നു. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, പറ്റും സാർ, എന്ത് വില കൊടുത്തും ഞാൻ അയാളെ സാറിന് മുന്നിൽ എത്തിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ ജയിപ്പിച്ചു തരാം, ഇല്ലെങ്കിൽ ഒരു ഉറപ്പം തരാൻ സാധിക്കില്ല എന്ന് വക്കീൽ പറയുമ്പോൾ, എന്ത് റിസ്ക് എടുത്തും ഞാനത് ചെയ്തിരിക്കുമെന്ന് അവന്തിക. അങ്ങനെ ഇപ്പോൾ വക്കീൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം അവന്തിക ഇപ്പോൾ മൂർത്തിയോട് പറയുന്നുണ്ട്, ഇനി അയാളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല, എൻ്റെ മുന്നിൽ എത്തണം അയാൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സുഗതൻ മേനോനും രാജീവും കൂടി സംസാരിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം. അവന്തികയുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ ഒന്നുകിൽ തടങ്കലിൽ വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് രാജീവ് സുഗതൻ മേനോനോട് പറയുന്നു. ഒരു തവണ അവിടെ സെർച്ച് ചെയ്തില്ലേ, പക്ഷെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് സുഗതൻ മേനോൻ ചോദിക്കുമ്പോൾ, രാജീവ് പറയുന്നുണ്ട്, അവന്തിക അവരെ അവിടെ ആയിരിക്കില്ല തടങ്കലിൽ വെച്ചിരിക്കുന്നത്, വേറെ എവിടേക്കെങ്കിലും മാറ്റി കാണും, എന്തായാലും നിങ്ങളും ഒന്ന് സൂക്ഷിക്കണം, ഇപ്പോൾ അവർ അന്വേഷിക്കുന്നത് നിങ്ങളെയാണ് എന്നൊക്കെ രാജീവ് പറയുമ്പോൾ, എനിക്കതിൽ ഭയമില്ല, ഇതിൻ്റെ അവസാനം കണ്ടിട്ടേ ഞാൻ ഇതിൽ നിന്ന് പിന്മാറൂ, ഈ അനിരുദ്ധൻ കേസിൻ്റെ അവസാനം കണ്ടിട്ടേ ഞാൻ ഇതിൽ നിന്ന് പിന്മാറൂ, അവനെൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു, അവൻ്റെ കൊലപാതകയ്ക്ക് ശിക്ഷ വാങ്ങിച്ച് കൊടുത്തിട്ടേ ഞാൻ അടങ്ങൂ എന്നും സുഗതൻ മേനോൻ ഇപ്പോൾ രാജീവിനോട് പറയുന്നുണ്ട്. ഉടനെ രാജീവ് പറഞ്ഞത്, നിങ്ങൾ എന്തായാലും ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് തരണം, സുഹൃത്തായ അനിരുദ്ധൻ്റെ കൊലപാതകികളെ കണ്ടെത്താൻ കോടതിയിൽ കേസ് കൊടുത്തതിനെ സംബന്ധിച്ച് ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈൻറ്റ്, പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നും പറയണം, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവന്തികയ്ക്ക് ഒരു കുരുക്കാകും എന്നൊക്കെ രാജീവ് പറയുന്നത് കേട്ട് സുഗതൻ മേനോൻ പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് ഓർത്തിട്ടില്ല, എങ്കിലും സാറ് പറഞ്ഞതുപോലെ ഒരു കംപ്ലൈൻറ്റ് തയ്യാറാക്കി തരാം, പക്ഷേ അതിനു മുന്നേ സാർ എങ്ങനെയെങ്കിലും അവരെ കണ്ടെത്തണം എന്ന് സുഗതൻ മേനോൻ പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഞാൻ അവരെ കണ്ടെത്തിയിരിക്കും, എനിക്കവരെ കസ്റ്റഡിയിൽ കിട്ടിയാൽ അവർ രണ്ടുപേരും അവന്തികയ്ക്കെതിരെ ഒരു മൊഴി തന്നാൽ ആ നിമിഷം അവന്തികയെ ഞാൻ കസ്റ്റഡിയിലെടുക്കും, ഇതിൻ്റെ പേരിൽ എനിക്കൊരു പേഴ്സണൽ കണക്ക് കൂടി തീർക്കാനുണ്ട്, എൻ്റെ ദേഹത്ത് വീണ ഓരോ തുള്ളി ചോരയ്ക്കും അവളെ കൊണ്ട് ഞാൻ മറുപടി പറയിക്കും എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ഗൗരിയാണ്. ഗൗരി ഇപ്പോൾ ഫോണിൽ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം ഗൗരിക്ക് ഒരു ചുമ വരുന്നു. അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഗൗരി വളരെയധികം ടെൻഷനോടെ തന്നെ അർച്ചന ഇപ്പോൾ ഗൗരിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഗോകുലിനെയും വിളിക്കുന്നുണ്ട് അർച്ചന. ഗോകുലും അവിടേക്ക് വളരെയധികം വെപ്രാളത്തോടെ വരുന്നു. രാജീവും ശിശിരയും ശോഭനയും എല്ലാവരും ഗൗരിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അർച്ചന വിളിക്കുന്നത് കേട്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗൗരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഗൗരിയുടെ ബോധം ഇതിനകം പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവരിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. എല്ലാവരും വളരെയധികം ടെൻഷനിലാണ്. എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിക്കണമെന്ന് ഗോകുൽ ഡോക്ടറോട് പറയുന്നുണ്ട്. നിങ്ങൾ ടെൻഷനാകാതെ ഞാൻ ആദ്യം മോളെ ഒന്ന് നോക്കട്ടെ എന്ന് ഡോക്ടർ പറയുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഗോകുലും അർച്ചനയും. മോൾക്ക് ഹാർട്ട് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഗോകുൽ പറയുന്നു, എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത്? ഉടനെ ഡോക്ടർ പറയുന്നുണ്ട്, ഒന്നുമില്ല, ECGയിൽ ചെറിയ ചില വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്, എന്തായാലും ബ്ലഡ് റിസൾട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കൂടുതലെല്ലാം പറയാം എന്ന് പറഞ്ഞ് ഡോക്ടർ ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. വളരെയധികം ടെൻഷനോടെ തന്നെ അർച്ചന ഇപ്പോൾ പുറത്തു നിന്ന് ഗൗരിയെ നോക്കുന്നുണ്ട്. ഇങ്ങനെ ടെൻഷനാകാതെ അളിയാ, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ എന്നൊക്കെ രാജീവ് പറഞ്ഞ് ഗോകുലിനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്.
എനിക്ക് പേടിയാവുന്നു, ഗൗരിമോൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ അർച്ചനയെ ചോദിക്കുന്നുണ്ട്. അവളൊന്ന് തലകറങ്ങി വീണു, അത്രയേ ഉള്ളൂ. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ നമ്മളെ പേടിപ്പിക്കുന്നതാണ്. നിങ്ങൾ സമാധാനിക്കുക, ഗൗരിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് രാജീവ്. ഗൗരി ഇപ്പോൾ അങ്ങനെ കിടക്കുന്നത് കണ്ട് ഗോകുൽ ഇപ്പോൾ ഇസബല്ലയെ കുറിച്ചാണ് ആലോചിക്കുന്നത്. കാരണം ഇസബല്ലയ്ക്ക് ഹാർട്ടിനായിരുന്നു പ്രോബ്ലം ഉണ്ടായിരുന്നത്. അതേ അസുഖം തന്നെയാണ് ഇപ്പോൾ ഗൗരി മോൾക്കും കാണിക്കുന്നത്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.